ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കിടിലൻ തട്ടുപൊളി നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ഒരു അടിപൊളി എപ്പിസോഡാട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ വേദ തിരികെ നമ്മുടെ വിക്രത്തിന്റെ അരികിലേക്ക് എത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെ. അതേ പ്രേക്ഷകരെ, നമ്മുടെ എപ്പിസോഡ് ആദ്യം കാണിക്കുന്നുണ്ട്. നമ്മുടെ വിക്രം ആ ഒരു വീട്ടിൽ വന്ന് അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ അവളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടാക്കിയത്. വിക്രത്തിന്റെ അവിടെ ഉള്ളിലെ ഒരു സ്നേഹം നമുക്ക് കാണുവാൻ സാധിക്കട്ടെ. വിക്രം അമ്മയോട് പറയുന്നത് വേറെ ഒന്നുമല്ല, അവളൊരു വലിയ വീട്ടിലെ കൊച്ചാണ്. ആ കൊച്ച് ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് വന്ന് ഇങ്ങനെ എന്താ അനുഭവിക്കാനുള്ളതല്ല. അവള് സുഖമായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട്, അവളുടെ വീട്ടിൽ തന്നെ ഞാൻ കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ വിക്രം നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ആകെപ്പാടെ ചെറിയൊരു സങ്കടമൊക്കെ ആകട്ടോ, അവള് പോയോ എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മുടെ വേദയും നമ്മുടെ മുത്തശ്ശിയും കൂടെ ഒരു പൂജാരിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ പൂജാരി ഇങ്ങനെ വേദയുടെയും നമ്മുടെ വിക്രത്തിനെ നക്ഷത്രമൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ ദാമ്പത്യം ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഏറ്റവും നല്ല ദാമ്പത്യമായിരിക്കും ഈ കുട്ടിക്ക് അനുഭവിക്കാൻ കിടക്കുന്നത് എന്ന് നമ്മുടെ വേദയോട് പറയുന്നുണ്ട്. എന്നിട്ട് വേദയോട് തിരികെ ആ ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം എന്നും നമ്മുടെ പൂജാരി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി തന്നെ നമ്മുടെ വേദ ആ ഒരു വീട്ടില് നമ്മുടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കി കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ. അപ്പൊ അവിടെയാണെങ്കിൽ ഇവര് വേദ കയറി ചെല്ലുമ്പോൾ നമ്മുടെ രാധ ഉണ്ടാവട്ടെ. രാധ രാവിലെ തന്നെ വേദ പോയതിന്റെ സന്തോഷത്തില് ലഡുവൊക്കെ മേടിച്ചിട്ട് വന്ന് നമ്മുടെ വിക്രത്തിന് ഇങ്ങനെ ആ ഒരു ദോശ ചുട്ടു കൊടുക്കല്, ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കല്, ഈ മധുരം കൊടുക്കല് എല്ലാം വേണ്ട പ്രപഞ്ചമാട്ടോ. ഭയങ്കര ആഘോഷമാണ് നമ്മുടെ രാധ. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മുടെ വേദ കടന്നു വരുന്നത്. അപ്പൊ തന്നെ നമ്മുടെ രാധയുടെ കിളിയൊക്കെ പോയി, ദേ അവള് പിന്നെയും വന്നല്ലോ എന്ന് വിചാരിച്ചുള്ള ആകെപ്പാടെ നമ്മുടെ രാധയ്ക്ക് ദേഷ്യാട്ടോ. അപ്പൊ വേദ വരുമ്പോ തന്നെ നമ്മുടെ രാധ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഈ വീട്ടിക്കാര്യം? മറ്റേ ഡയലോഗ് പോലെ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിക്കാര്യം എന്ന് പറയണ പോലെ നിനക്കെന്താ ഈ വീട്ടിക്കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അത് ചോദിക്കാൻ നീ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാധ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇവിടുത്തെ മരുമകളാൻ പോകുന്നവളാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ മരുമകൾ ആയി കഴിഞ്ഞവളാ, എനിക്കാണ് ഇവിടെ അധികാരം കൂടുതൽ എന്നൊക്കെ പറഞ്ഞു അവർ തമ്മിൽ ഭയങ്കര വാക്ക് തർക്കുകയാട്ടോ. അപ്പൊ ഇതൊക്കെ ഈ ഒരു ബഹളവും ലഹളയൊക്കെ കേട്ട് നമ്മുടെ അച്ഛൻ വരുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ വരുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ആരെയും ഞാൻ മരുമകളായിട്ട് വാഴിക്കാനൊന്നും പോകുന്നില്ല. അകത്ത് കയറ്റാൻ സമ്മതം തന്നു എന്ന് കരുതി അതാരും എന്താ പറയാ വലിയ അംഗീകാരമായിട്ടൊന്നും കരുതരുത്. എന്താ പറയാ, ഒരു ഭക്ഷണവും വെള്ളവും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു അതിഥി അത്രമാത്രം മറ്റുള്ളവർ ഈ ഒരു വന്ന ഒരാളെ കാണുകയുള്ളൂ. മരുമകളായിട്ട് ഒരിക്കലും ഈ വീട്ടിലുള്ളവര് ആ ഒരു വന്ന ആളെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദയെ പറ്റി നമ്മുടെ അമ്മയോടും എല്ലാവരോടും ഇങ്ങനെ പറയുവാട്ടോ. ആരും അങ്ങനത്തെ ഒരു ബഹുമാനവോ അങ്ങനത്തെ ഒരു സ്ഥാനമോ ആ കുട്ടിക്ക് കൊടുക്കരുത്. ഒരു അതിഥി മാത്രമാണത്, ഫ്രീ ആയിട്ട് വെള്ളവും താമസവും മാത്രം, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അച്ഛൻ ഭയങ്കര കടുത്ത ഡയലോഗുകളൊക്കെ ആട്ടോ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വേദയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട് കേട്ടോ. മുഖത്ത് ആ ഒരു സങ്കടം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാലും പയ്യെ പയ്യെ ശരിയാവുമെന്ന് നമ്മുടെ പൂജാരി പറഞ്ഞിട്ടുണ്ട്. ആദ്യം കുറച്ച് നാളിങ്ങനെ ആ ഒരു സങ്കടവും അതൊക്കെ ആയിരിക്കും, പക്ഷെ പിന്നീട് അവരുടെ ഏറ്റവും മികച്ചൊരു ദാമ്പത്യം തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ പൂജാരി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ രാധയ്ക്ക് മനസ്സിലായി, ഓ വേദ ഇനി പോയാലും ശരി, അച്ഛൻ ഇനി രാധയെ പോലും അവിടെ മരുമകളായിട്ട് വാഴിക്കില്ല, ആരെയും വാഴിക്കില്ല എന്ന അച്ഛന്റെ വാക്കുകളിലൂടെ നമുക്ക് രാധയ്ക്ക് മനസ്സിലായി. അങ്ങനെ രാധയും കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ വേദയ്ക്കും ആകെ സങ്കടമാവുന്നുണ്ട്. അമ്മയാണെങ്കിലും നമ്മുടെ ആ മാഷിന്റെ ഈ ഒരു വാക്കുകളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ വേദയുടെ ഒരക്ഷരം മിണ്ടാതെ നോക്കാതെ അമ്മയും അവിടെ നിന്ന് പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാട്ടെ, ഇനി വേദയുടെ ലക്ഷ്യം എന്തായിരിക്കും, പുതിയ പദ്ധതി എന്തായിരിക്കും. വേദ എന്തായാലും അവിടെ നിന്ന് ആരൊക്കെ ഇറക്കി വിട്ടാലും ശരി വേദ പോവില്ല. വേദ വിക്രത്തിന്റെ ഭാര്യ തന്നെയാണ് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ട് കാത്തിരുന്ന് കാണാം. ഇനി അടിപൊളി എപ്പിസോഡുകളായിരിക്കോട്ടെ ഇനി വരാൻ പോകുന്നതും. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.